വിശ്വമാണ് തന്നെ അയച്ചതെന്ന് അയാൾ സമ്മതിക്കുന്നു. പക്ഷേ താൻ എത്തുമ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്തതായാണ് താൻ കാണുന്നതെന്ന് ബാബു സമ്മതിക്കുന്നു. അങ്ങനെയെല്ലാം കുഴങ്ങിയിരിക്കുമ്പോഴാണ് സേതു ഒരു കാര്യം ഓർക്കുന്നത്. അശ്വതിയുടെ ഫോട്ടോസുകളിലൊന്നും അശ്വതി സാരി ഉടുത്തതായി കണ്ടിട്ടില്ല. അശ്വതിയുടെ പെട്ടികൾക്കുള്ളിലും വേറെ സാരിയുമില്ല. ആയെ ചോദ്യം ചെയ്തപ്പോൾ അശ്വതി കൂടുതലായി മോഡേൺ വസ്ത്രങ്ങളാണ് ഉടുക്കാറെന്ന് അവർ പറയുന്നു. സിനിമയിൽ ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ അവസാനം അഭിനയിച്ച സിനിമയിൽ സാരിയുടെ ആവശ്യമില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ സാരി വീണ്ടും പരിശോധിച്ചപ്പോൾ അതിലെ ലേബൽ പൂർണ്ണമായി നശിച്ചിട്ടില്ലെന്നും അതൊരു പുതിയ സാരിയാണെന്നും മനസ്സിലാവുന്നു. ചുറ്റുവട്ടമുള്ള കടകളിൽ അന്വേഷിക്കുകയും സാരി വിറ്റ കട കണ്ടെത്തുകയും ചെയ്യുന്നു. അതിന്റെ ഓണർ വിറ്റയാളെ തിരിച്ചറിയാൻ പറ്റുമെന്നും കൂടി പറഞ്ഞപ്പോൾ സേതുവിന് ആശ്വാസമാകുന്നു. എന്നാൽ സംശയമുള്ളവരെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയപ്പോൾ കടക്കാരന്റെ മറുപടി കേട്ട് എല്ലാവരും ഞെട്ടുന്നു. തന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിച്ചയാൾ ഈ കൂട്ടത്തിലില്ലെന്ന് കടക്കാരൻ തറപ്പിച്ചു പറയുന്നു. മോഹന് ശക്തമായ അലിബയില്ലാത്തതിനാൽ സേതു മോഹനെ കാണാൻ ചെല്ലുന്നു. താൻ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായി അശ്വതിക്ക് ഒരു കോൾ വന്നതായി മോഹൻ പറയുന്നു. അശ്വതി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ആ കോൾ. ഇതേ കാര്യം റിസപ്ഷനിസ്റ്റും പറഞ്ഞിരുന്നു. പോരാത്തതിന് ഫോണിലെ കൂടി ട്രെയിനിന്റെ സൗണ്ട് കേട്ടതായും അയാൾ പറഞ്ഞിരുന്നു. അശ്വതി ഉണ്ടോ എന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഉണ്ട്, കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡിസ്കണക്ട് ആയി. റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അയാൾ 2 നമ്പറിലേക്ക് വിളിച്ചതായി മനസ്സിലാകുന്നു. ഒന്ന് ഹോട്ടലിലെ നമ്പറായിരുന്നു. മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. റെയിൽവേ പോലീസിൽ അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു കാര്യം പറയുന്നു. ഇവിടെ നിന്ന് ഓട്ടമെടുക്കുന്ന എല്ലാ വണ്ടികളുടെയും അതിലെ പാസഞ്ചറുടെയും ഡീറ്റെയിൽസ് എഴുതി വെക്കാറുണ്ടെന്ന്. അങ്ങനെ കൊലയാളിയുടെ ഡീറ്റെയിൽസ് സേതു തപ്പിയെടുക്കുന്നു. കൊലയാളിയുടെ ഓട്ടമെടുത്ത ഓട്ടോക്കാരനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ മോഹനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ മോഹൻ വെറും ഡമ്മി പ്രതി മാത്രമായിരുന്നു. യഥാർത്ഥ പ്രതി മോഹന്റെ അച്ഛനായിരുന്നു. മോഹനിൽ കുറ്റം ആരോപിച്ചാൽ മോഹന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് CBIക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. സത്യത്തിൽ മോഹനും അശ്വതിയും സഹോദരങ്ങളാണ്. മോഹന്റെ അച്ഛന്റെ മറ്റൊരു ബന്ധത്തിലെ കുട്ടിയാണ് അശ്വതി. താൻ ഡൈവോഴ്സ് നടത്തിക്കൊടുത്ത ഒരു സ്ത്രീയുമായി മോഹന്റെ അച്ഛന് ബന്ധമുണ്ടായിരുന്നു. അവർ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഒന്ന് പേടിച്ചു. തനിക്ക് ആരുമില്ലെന്നും താൻ ഈ കുട്ടിയെ നശിപ്പിക്കില്ലെന്നും താൻ അതിനെ വളർത്തിക്കോളാമെന്നും ആ സ്ത്രീ പറയുന്നു. അച്ഛനാരാണെന്ന് താൻ ഒരിക്കലും ആരോടും പറയില്ലെന്നും സാറിനെ താൻ കുഴപ്പത്തിലാക്കില്ലെന്നും അവൾ വാക്കുകൊടുത്തു. മരിക്കുന്നതുവരെ അവൾ അവളുടെ വാക്ക് പാലിച്ചു. അവൾ ആരോടും പറഞ്ഞില്ല. എന്നാൽ തനിക്ക് അവൾ ആരാണെന്ന് അറിയാമായിരുന്നു. അതിനാലാണ് താൻ ഈ ബന്ധത്തിനെ എതിർത്തതും. താൻ പലതവണ അവളെ പിന്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കൂട്ടാക്കിയില്ല. തനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടും താൻ സത്യം തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേടിനെ ഓർത്തും അവൾ ഇല്ലാതാകുന്നതാണ് നല്ലതെന്ന് താൻ ഓർത്തു.